ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റമായിട്ടാണ്. ചിക്കൻ കൊഴുക്കട്ടയാണ്. നമ്മൾ ഓണൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് നമുക്കൊരു നോൺ വെജൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഐറ്റംസ്: ഒരു സവോള, ഒരു തക്കാളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളുള്ളിയും കൂടി എടുക്കണം കേട്ടോ. 4-5 വെള്ളുള്ളി, പക്ഷേ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് വെക്കാം. ഇത് അരിഞ്ഞ് വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുങ്ങനെ അരിഞ്ഞ് കുനുകുന അരിഞ്ഞ് വെക്കണേ. അത് കഴിഞ്ഞ് നമുക്കിത് വേവിക്കാൻ വെക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനതെടുത്ത് പൊടിന്നതിന് പോലെ ഇങ്ങനെ ആക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരുംജീരകം, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവോള എല്ലാം കൂടി നല്ല വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് അതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് നല്ല വഴറ്റുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്കിട്ട് നല്ല കുറച്ച് നല്ല ഫ്ലെയിമിലൊന്ന് വറ്റിച്ചെടുക്കുന്ന പോലെ ഇട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കൊഴുക്കട്ടയ്ക്കുള്ള മാവാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ അരിപ്പൊടി എടുത്തു, അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ജീരകം, നല്ല ജീരകമാണ് കേട്ടോ ഇടേണ്ടത്, പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടാണ് നമ്മളിതിൽ ഒഴിക്കേണ്ടത്. കുറച്ച് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് നമ്മളൊരു പത്തിരി പരുവത്തിലാക്കുന്ന മാവ് പരുവത്തിലാക്കുന്ന പോലെ എടുത്ത് നമ്മളത് നല്ലോണം കുഴച്ച് ചെറിയ ചെറിയ ബൗൾസുകളാക്കി എടുക്കുക. അതിന് ശേഷം കൊഴുക്കട്ടയിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് മിക്സ് ചെയ്ത് ഈ ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ബോൾസായിട്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്ത് ആവി കൊള്ളിച്ചിട്ടാണ് കേട്ടോ ഇത് വേവിക്കുന്നത്. ഇതാ നമ്മുടെ ആവിക്ക് കയറി നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് എന്ന് തോന്നുന്നുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പം ഞാനത് ഒരു കത്തി കൊണ്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ്. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് അതാ കാട്ടിത്തരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് അറിയിക്കണം എന്നോട്. എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.